മന്ത്രിസഭയിൽ ചർച്ച ചെയ്തിട്ടില്ല, ഇത് മുന്നണിയിൽ ചർച്ച ചെയ്തിട്ടില്ല. ആകെ ചർച്ച നടന്നത് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിൽ മാത്രം. ഇന്ന് CPI-യുടെ ദേശീയ നേതാവ് പറയുകയാണ്, പ്രകാശ് ബാബു പറയുകയാണ്, CPM-ന്റെ ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിന് ഇനബിലിറ്റി ഉണ്ട്, അദ്ദേഹത്തിന് ഹെൽപ്ലെസ്നെസ് ഉണ്ട് ഈ കാര്യങ്ങൾ ഇടപെടാൻ എന്ന്. ദേശീയ നേതൃത്വത്തിന് പരിഹരിക്കാൻ കഴിയാത്ത തരത്തിൽ കേരളത്തിൽ നിന്നുള്ള തീരുമാനമുണ്ടായിരുന്നു, നമ്മൾ കണ്ടതാണ്. MA ബേബി അദ്ദേഹം പറഞ്ഞു CPI അവഗണിക്കപ്പെടില്ല, LDF-ൽ ചർച്ച ചെയ്യും എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ അദ്ദേഹം പോലും അറിയുന്നില്ല, അതിനപ്പുറത്തേക്ക് ആ തീരുമാനമെടുക്കുകയാണ്. പക്ഷെ അതേ സമയത്ത് ഞാൻ ശ്രീ VK സനോജിനോട് പറഞ്ഞാണ്, അദ്ദേഹം ചോദിച്ച ചോദ്യം, കോൺഗ്രസ് ഈ തീരുമാനമെടുത്തു, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ വിദ്യാർത്ഥികൾക്ക്, വിദ്യാലയങ്ങൾക്ക് അടിസ്ഥാന സൗകര്യ വികസനത്തിന് കേന്ദ്ര ഫണ്ട് വേണം, രാഷ്ട്രീയമായി തന്നെ നിങ്ങൾ ആ തീരുമാനമെടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്തു. കേരളത്തിന് വേണ്ട എന്ന ഒരു പിടിവാദം നിങ്ങളുടെ താല്പര്യ പ്രഖ്യാപനമാണ്, രാഷ്ട്രീയമായ കുബുദ്ധിയോടുകൂടിയാണ് നിങ്ങളത് നിർവഹിക്കുന്നത് എന്ന ആക്ഷേപം കേരളത്തിൽ പ്രതിപക്ഷം കേൾക്കുന്നുണ്ട്. അത് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ശ്രീ പ്രകാശ് ബാബുവിൻ്റെ പരാമർശം. പ്രകാശ് ബാബു പരാമർശിച്ചപ്പോൾ CPM-ൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിയുടെ ഇന്നബിലിറ്റിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു, ഹെൽപ്ലെസ്നെസ്സിനെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. എന്ന് പറഞ്ഞാൽ CPM ദേശീയ ജനറൽ സെക്രട്ടറിക്ക് കേരളത്തിലെ CPM നേതൃത്വത്തെ നിയന്ത്രിക്കുവാനുള്ള കഴിവില്ലായ്മയും അദ്ദേഹം നിസ്സഹായനുമാണ് എന്നുള്ളതാണ് കൃത്യമായ അതിൻ്റെ ഒരു വിവർത്തനം. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി ഇന്ന് പരാമർശിക്കപ്പെട്ടു. ഇന്ന് തെരുവുകളിൽ സമരം നടന്നപ്പോൾ CPI-യുടെ വിദ്യാർത്ഥി സംഘടനയായിരിക്കുന്ന AISF വിളിച്ച മുദ്രാവാക്യം 30 വെള്ളിക്കാശിന് വേണ്ടി ഒറ്റുകൊടുത്ത യൂദാസുകളെ എന്നാണ് അവർ മുദ്രാവാക്യം വിളിച്ചത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെയും കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് സംസാരിക്കാം. ഒന്ന്, CPM ദേശീയ ജനറൽ സെക്രട്ടറിയെക്കുറിച്ച് CPI-യുടെ ഒരു ദേശീയ നേതാവ് ഇന്നബിലിറ്റിയും ഹെൽപ്ലെസ്നെസ്സും പറയുമ്പോൾ അത് വളരെ രൂക്ഷമായൊരു പരാമർശമാണ്. പ്രത്യേകിച്ച് ഇടതുമുന്നണിയുടെ ഭാഗമായിരിക്കുന്ന ഒരു പ്രമുഖ ഘടകകക്ഷി, രണ്ടാമത്തെ പാർട്ടി പറയുകയാണ് CPM-ൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിക്ക് അതിനുള്ള കഴിവില്ല, അദ്ദേഹം നിസ്സഹായനാണ്. എങ്കിൽ പിന്നെ CPM ദേശീയ ജനറൽ സെക്രട്ടറിയെ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന് വിശേഷിപ്പിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അതൊരു അപമാനിക്കുന്ന പരാമർശമല്ല, വസ്തുത പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. CPM ദേശീയ ജനറൽ സെക്രട്ടറിക്ക് അവരുടെ പാർട്ടി കോൺഗ്രസിൽ, മധുര പാർട്ടി കോൺഗ്രസിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെക്കുറിച്ച് അതിനെതിരെ പ്രമേയം പാസാക്കി. ദേശീയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ അതിനെ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള PM ശ്രീ പദ്ധതിയെ ഇവർ തള്ളിപ്പറഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ടൊരു കൂടിയാലോചന പോലും നടത്താതെ ഏകപക്ഷീയമായി മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഏകപക്ഷീയമായി മുന്നണിയിൽ ആലോചിക്കാതെ, പാർട്ടിയിൽ ആലോചിക്കാതെ, മന്ത്രിസഭയിൽ ആലോചിക്കാതെ ഏകപക്ഷീയമായി ഒപ്പിടുന്നു. അതിൽ ഒരു പ്രമുഖ ഘടകകക്ഷി അതിലുള്ള അവരുടെ വിമർശനം പറയുമ്പോൾ CPM-ൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി പറയും നമുക്ക് ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്ന് പറഞ്ഞ ശേഷം അദ്ദേഹം പറയുകയാണ് ഞാൻ നിസ്സഹായനാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം CPM-ൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ആ പദവിയോട് അദ്ദേഹത്തിന് നീതി പുലർത്താൻ സാധിക്കുന്നുണ്ടോ? അദ്ദേഹം അതല്ല, കേരള മുഖ്യമന്ത്രിയുടെ ഒരു പ്രൈവറ്റ് സെക്രട്ടറിയുടെ തലത്തിലേക്ക് തരം താണതിൽ ഞങ്ങൾക്കുള്ള വിഷമം കൂടി പ്രകടിപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. രണ്ട്, AISF-ൻ്റെ മുദ്രാവാക്യം. AISF 30 വെള്ളിക്കാശിന് വേണ്ടി ഒറ്റുകൊടുത്ത യൂദാസ് എന്ന് പറയാൻ നിലപാട് അങ്ങനെയായിരിക്കും. നിങ്ങൾ എങ്ങനെയാണ്? ഞാനത് പറയാം. ഞാൻ ആദ്യം ഇത് പറഞ്ഞതിന് ശേഷം അതിലേക്ക് പറയാം. 30 വെള്ളിക്കാശിന് വേണ്ടി എന്ന് AISF എന്തുകൊണ്ടായിരിക്കും പരാമർശിച്ചത്? അവരുടെ ഈ 30 വെള്ളിക്കാശിന് വേണ്ടി ഒറ്റുകൊടുക്കുന്ന യൂദാസിൻ്റെ ചരിത്രം, അല്ലെങ്കിൽ നമ്മൾ ബൈബിളിലേക്ക് പോയി കഴിഞ്ഞാൽ 3 തവണ കോഴി കൂവുന്നതിനെക്കുറിച്ചും അതിനു മുമ്പ് തള്ളിപ്പറയുന്നതിനെക്കുറിച്ചുള്ള പരാമർശങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നോക്കി നമുക്ക് കാണാൻ സാധിക്കുന്നില്ലേ? ഇവിടെ സ്വാശ്രയ വിദ്യാഭ്യാസ നയത്തിനെതിരെ സമരം ചെയ്തു. കൂത്തുപറമ്പിലെ MV രാഘവൻ്റെ പരിയാരം മെഡിക്കൽ കോളേജിനെതിരെ സമരം ചെയ്ത് രക്തസാക്ഷികളെ സൃഷ്ടിച്ചു. അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ ബജറ്റിൽ എന്താ പറയുന്നത്? സ്വകാര്യ കുത്തകൾ പോരാഞ്ഞിട്ട് വിദേശത്തു നിന്നും സർവകലാശാലകളെ കൊണ്ടുവരണമെന്നാണ് CPM പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ തള്ളിപ്പറഞ്ഞു, PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാൻ നിൽക്കുന്നു. അപ്പോൾ AISF തീർച്ചയായിട്ടും ഈ 3 തള്ളിപ്പറയലുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. തള്ളിപ്പറയലുകളുടെ പരമ്പര, രക്തസാക്ഷികളുടെ രക്തത്തോട് നീതി പുലർത്താതിരിക്കുക, അവരുടെ ത്യാഗത്തോട് നീതി പുലർത്താതിരിക്കുക. സ്വാഭാവികമായി അതുകൊണ്ടായിരിക്കാം AISF അങ്ങനെ ഒരു പരാമർശം നടത്തേണ്ടി വന്നത്. CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ബിനോയ് വിശ്വം പറയുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒപ്പിട്ടതെന്ന് ഞങ്ങൾ അറിയണം,
അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തമില്ലായ്മ, ഒരു മുന്നണി രാഷ്ട്രീയമായി പരാജയപ്പെട്ടിരിക്കുന്നു. BJPയുടെ ഭീഷണിക്ക് മുമ്പിൽ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയെ പോലും തള്ളിക്കളഞ്ഞ് അവരെ വിശ്വാസത്തിലെടുക്കാതെ അവരോട് ചർച്ചയ്ക്ക് പോലും തയ്യാറല്ലാതെ PMCക്ക് മുമ്പിൽ ഒപ്പിട്ട് നിൽക്കുന്ന ദയനീയമായ കാഴ്ചയ്ക്കാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത്. മറ്റൊന്ന്, ഇപ്പോൾ കോൺഗ്രസ് എന്തുകൊണ്ട് ഒപ്പിട്ടു എന്നുള്ളതായിരുന്നു. മാധു തന്നെ ഒരു ഉത്തരം പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ കർണാടക ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് മുൻപ് തന്നെ BJP സർക്കാർ ഒപ്പിട്ടിരുന്നു. എന്നാൽ രാജസ്ഥാൻ സർക്കാർ ഒപ്പിട്ടത് അവിടെ അധികാരത്തിൽ ഇരിക്കുമ്പോൾ തന്നെയാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹിമാചലിലും തെലുങ്കാനയിലുമൊക്കെ തന്നെ മുൻ സർക്കാരുകളുടെ തുടർച്ചയായിട്ടാണ് അതിൽ ഒപ്പിട്ടത്. പക്ഷേ ഞങ്ങളവിടെയൊക്കെല്ലാം ചെയ്ത കാര്യം എന്താ, ഈ ഒരു കാര്യം ഒപ്പിട്ടപ്പോൾ തന്നെ സ്റ്റേറ്റ് സ്പെസിഫിക്കായ തന്നെ വിദ്യാഭ്യാസത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കമ്മിറ്റികൾ ഉൾപ്പെടെ നിയോഗിച്ചുകൊണ്ട് വളരെ കൃത്യമായി തന്നെ, കേന്ദ്ര ഫണ്ട് എന്നത് ഒരു ആരുടെയും സ്വകാര്യ സ്വത്തൊന്നുമല്ല, അത് യഥാർത്ഥത്തിൽ ഇത്തരം ബജറ്റ് അലോക്കേഷൻ ഗവൺമെൻറ് ഒരു കേന്ദ്ര സർക്കാർ ബജറ്റ് അലോക്കേഷൻ കൺകറൻറ്റ് ലിസ്റ്റിലുള്ള വിദ്യാഭ്യാസത്തിന് ബജറ്റ് അലോക്കേഷനിലൂടെ പണം നൽകി സംസ്ഥാന സർക്കാരുകൾക്ക് സ്വതന്ത്രമായി വിദ്യാഭ്യാസ നിലവാരം ഉയർത്താനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നിരിക്കെ അത് ചെയ്യാതെ ബജറ്റ് അലോക്കേഷൻ നടത്താതെ കേന്ദ്രം ഇത്തരം പദ്ധതികൾ പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെച്ച് പ്രചരണത്തിനാണെന്നുള്ള പരിപൂർണമായ ബോധ്യം ഞങ്ങൾക്കുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഗവൺമെൻറ്റുകൾ അത് ചെയ്തത്, രാജസ്ഥാൻ ഗവൺമെൻറ് ഉൾപ്പെടെ, രാജസ്ഥാൻ ഗവൺമെൻറ് മാത്രമാണ് യഥാർത്ഥത്തിൽ അത്തരത്തിൽ ഒപ്പിട്ടത്. ബാക്കിയുള്ളവരെല്ലാം തന്നെ അതിൻ്റെ ഒരു തുടർച്ചയുടെ ഭാഗമായിട്ട് നിന്ന ആളുകളാണ്. അവരൊക്കെ തന്നെ സ്റ്റേറ്റ് സ്പെസിഫിക്കായ എഡ്യൂക്കേഷൻ നടപ്പിലാക്കുവാൻ സ്പെഷ്യലായ കമ്മിറ്റികൾ വെച്ചു, കൂടിയാലോചന നടത്തി. ഞങ്ങളുടെ പാർട്ടിയിലോ മുന്നണിയിലോ എതിരെ അഭിപ്രായമില്ല. ഇവിടെ അതാണോ? ഇവിടെ പാർട്ടി കോൺഗ്രസ് നിങ്ങളുടെ പാർട്ടി നയം എതിരെ നിൽക്കുന്നു. ഈ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി അതിശക്തമായ വിമർശനം ഉന്നയിക്കുന്നു. ഇത് മന്ത്രിസഭയിൽ ചർച്ച ചെയ്തിട്ടില്ല, ഇത് മുന്നണിയിൽ ചർച്ച ചെയ്തിട്ടില്ല. ആകെ ചർച്ച നടന്നത് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിൽ മാത്രം. അപ്പോൾ പ്രധാനമന്ത്രിയുടെ തിട്ടൂരത്തിന് മുമ്പിൽ ഭയന്ന് കേരളത്തിലൊരു ചർച്ചയില്ലാതെ, ഒരു കമ്മിറ്റി ഇവിടെ പ്രതിരോധിക്കാനുള്ളൊരു നടപടിയും സ്വീകരിക്കാതെ അടിമയെ പോലെ മുട്ടിലിടയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് കേരളം. ആവശ്യമില്ല. പിണറായി വിജയൻ സർക്കാർ തന്നെയാണ് ഏറ്റവും ഫലപ്രദമായ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് വളരെ